ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി അധികം നാളില്ല. നവംബർ 6-നാണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി വെറും 6 ദിവസങ്ങൾ, ഇന്നും കൂടി കൂട്ടിയാൽ 6 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യഘട്ടത്തിൽ 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളാണ് ബീഹാറിൽ വിധി എഴുതുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളുമായിട്ട് പാർട്ടികളും മുന്നണികളും മുന്നോട്ട് പോവുകയാണ്. പരസ്യ പ്രചരണം ഒരു ദിവസം മുൻപേ അവസാനിക്കും. അതായത് 4-ാം തീയതി കൊണ്ട് പരസ്യ പ്രചരണം അവസാനിക്കും. അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ 4-ഉം 2-ഉം 6 ദിവസങ്ങൾ മാത്രമാണ് പരസ്യ പ്രചരണത്തിന് അവശേഷിക്കുക. 5-ാം തീയതി നിശബ്ദ പ്രചരണമാണ് നടക്കുന്നത്. ഈ 6 ദിവസം കൊണ്ട് പരമാവധി ജനങ്ങളിലേക്ക് എത്തുക, അല്ലെങ്കിൽ പരമാവധി കാര്യങ്ങൾ തങ്ങൾക്ക് പറയാനുള്ള പരമാവധി കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രചണ്ഡ പ്രചരണമാണ് പാർട്ടികൾ നടത്തുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യം, അതിലെ പാർട്ടികളായ RJD, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ശക്തമായ വീറും വാശിയും നിറഞ്ഞ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി, കോൺഗ്രസിന്റെ താര പ്രചാരകനായ പ്രമുഖ നേതാവായ രാഹുൽ ഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ ബീഹാറിൽ തന്റെ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെ തേജസ്വി യാദവുമൊത്ത് രാഹുൽ ഗാന്ധി 2 റാലികളിൽ പങ്കെടുത്തു. ആ റാലികളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആവേശമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്.